Hi YouTube. മുതലാളി yes, what happened? സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അറേസ് ആൻഡ് പോയിന്റേഴ്സ് പഠിച്ചു. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് പഠിക്കാം. അപ്പോൾ നമ്മൾ പലതരം ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, റിലേഷൻ, ഇക്വാളിറ്റി, അങ്ങനെ പല ഓപ്പറേറ്റേഴ്സ് പഠിച്ചല്ലോ. അപ്പോൾ ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ പല ഓപ്പറേറ്റേഴ്സും ഒരു സെയിം സ്റ്റേറ്റ്മെന്റിൽ തന്നെ, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വന്നാൽ അതിന്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ എങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ്. സോ ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻസ് ഉള്ളത് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടു. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിന്റ് എഫ് എന്നൊക്കെ എഴുതുമ്പോൾ ഇവിടെ 2 കോളൻ ഇട്ട് എഴുതും. അപ്പോൾ അത് നെയിം സ്പേസിലും ക്ലാസ്സസിലും ഫംഗ്ഷൻസിനെയൊക്കെ വിളിക്കുന്നതാണ്. ഈ സ്കോപ്പ് റെസൊല്യൂഷനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ക്ലാസ്സസ് പഠിക്കുമ്പോൾ പഠിക്കും. പക്ഷെ ഇപ്പൊ അറിഞ്ഞിരിക്കുക, ഇതിനാണ് ഏറ്റവും ഹയസ്റ്റ് പ്രസിഡൻസ് ഉള്ളത്. പിന്നെ നമ്മൾ ബാക്കി ഓപ്പറേറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ പോസ്റ്റ് ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെന്റ് ആണ് ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പ്രസിഡൻസ്. പിന്നെ പ്രീ ഇൻക്രിമെന്റ് ഉണ്ട്, പ്രീ ഡിക്രിമെന്റ്, പിന്നെ യൂണറി പ്ലസ്, യൂണറി മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഓരോന്നും അതിന്റെ പ്രസിഡൻസ് കുറഞ്ഞു വരുന്നത് കാണാം. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റർ പ്രസിഡൻസിനകത്ത് നമ്മൾ പാരാന്തിസിസ് ഉപയോഗിക്കും. അപ്പോൾ പാരാന്തിസിസ്, ഓപ്പൺ പാരാന്തിസിസും ക്ലോസ്ഡ് പാരാന്തിസിസും വെച്ച് നമുക്ക് പ്രസിഡൻസ് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ച് കാണാം. അപ്പോൾ എനിക്ക് ഇവിടെ 2 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തു, ഇന്റിജർ വേരിയബിൾസ് a=5 ആൻഡ് b=10. ഓക്കെ, ഞാൻ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓപ്പറേഷൻ നമുക്ക് കാണാം. ഞാൻ ഇവിടെ പ്രീ ഇൻക്രിമെന്റും ചെയ്യുന്നുണ്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നുണ്ട്, അഡീഷൻ ഓപ്പറേഷനും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇവിടെ പ്രസിഡൻസ് നോക്കുമ്പോൾ നമുക്കറിയാം പ്രീ ഇൻക്രിമെന്റ് ആണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് ലീസ്റ്റ് പ്രയോറിറ്റി ആണ് അഡീഷനിൽ നമുക്കിവിടെ കാണാം ഈ 3 ഓപ്പറേറ്റേഴ്സ് നോക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ പ്രീ ഇൻക്രിമെന്റ് ആണല്ലോ. അപ്പോൾ എന്റെ വാല്യൂ 5 ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 6 ആവും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, അതായത് 6 ഇൻറ്റു ബിന്റെ വാല്യൂ ഇവിടെ 10 ആണ്. അപ്പോൾ 6 ഇൻറ്റു 10 60, പിന്നെ പ്ലസ് 5 ചെയ്യും, അപ്പോൾ 65. അപ്പോൾ നമ്മളിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് 65 കിട്ടിയത് കാണാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പാരാന്തിസിസ് വെച്ച് നമുക്ക് പ്രസിഡൻസ് മാറ്റാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു ഓപ്പൺ പാരാന്തിസിസും ഒരു ക്ലോസ്ഡ് പാരാന്തിസിസും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രസിഡൻസ് എന്താന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യണേ. അപ്പോൾ b+5 ആദ്യം ചെയ്യും. അപ്പോൾ ബിന്റെ വാല്യൂ എന്താണ് 10 + 5 എന്താ 15 ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ഈ പ്ലസ് a ചെയ്യും, അതായത് 6 ആവും. അപ്പോൾ 6 ഇൻറ്റു 15 ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ 6 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 90 നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയത് കാണാം. ഓക്കെ, അത് 1 എക്സാമ്പിൾ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, a=b, പിന്നെ ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പ്രസിഡൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം റിലേഷണൽ ഓപ്പറേറ്ററിന് മൾട്ടിപ്ലിക്കേഷനേക്കാൾ ലീസ്റ്റ് പ്രയോറിറ്റി ആണ്, അത് കഴിഞ്ഞ് അതിനേക്കാൾ ലീസ്റ്റ് ആണ് ഇക്വാളിറ്റിക്ക്. ഓക്കെ, അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യും. അപ്പൊ 2 × 5 10, അത് കഴിഞ്ഞ് റിലേഷണൽ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇക്വാളിറ്റി ചെയ്യുള്ളൂ. അപ്പോൾ 2 × 5 10 വരും. ഇവിടെ a=b, അപ്പോൾ 5 10 ആണോ? അല്ല, ഫോൾസ് ആയതുകൊണ്ട് 0 ഇവിടെ ഔട്ട്പുട്ട് വരും ഈ ഒരു ഓപ്പറേഷനിൽ. അപ്പൊ 0 = 10, അത് ട്രൂ ആണോ? അല്ല, 0. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് 0 വരും. അപ്പൊ നമ്മളിത് റൺ ചെയ്താൽ നമുക്കിവിടെ കാണാം ഔട്ട്പുട്ട് 0 വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും ഞാനിപ്പോൾ പാരാന്തിസിസ് വെച്ച് പ്രസിഡൻസ് മാറ്റുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പാരാന്തിസിസ് കൊടുത്തു. ഇപ്പൊ ഇവിടെ നമുക്കറിയാം ആദ്യം പാരാന്തിസിനകത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഇതിനകത്ത് 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷനും. ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഹയസ്റ്റ് പ്രസിഡൻസ്, സോ 2 × 5 10 വരും. ഓക്കെ, ബിന്റെ വാല്യൂം 10 ആണ്. അപ്പൊ 10 = 10, അത് ട്രൂ ആണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 എന്ന് വരും. ഈ ഒരു ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് 1 ഔട്ട്പുട്ട് വരും. എന്നിട്ട് നമുക്കറിയാം എന്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 5 > 1, അത് ട്രൂ അല്ലേ? ട്രൂ ആയതുകൊണ്ട് ഇതിന്റെ മൊത്തത്തിൽ ഔട്ട്പുട്ട് 1 വരും. അപ്പൊ നമ്മളിത് റൺ ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ ഔട്ട്പുട്ട് 1 വന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഞാനിവിടെ a=b +or=5 × 3 എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ചെയ്യണം. നമുക്കറിയാം +or=2 എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ =2 എന്നുള്ളത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇവിടെ നമുക്ക് കാണാം അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഹയസ്റ്റ് പ്രസിഡൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ 5 × 3 എന്തായിരിക്കും? 15. അതിലേക്ക് നമ്മൾ b +or=15 ആണ് ചെയ്യണത്. അപ്പോൾ ബിന്റെ വാല്യൂ b +or=15. അപ്പൊ 10 + 15 ചെയ്യും, അപ്പൊ 25. ആ 25 നമ്മളിവിടെ എയിലേക്ക് അസൈൻ ചെയ്യും. അപ്പൊ അങ്ങനെയായിരിക്കും ഓപ്പറേഷൻ ഫ്ലോ പോകുന്നത്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് 25 അല്ല എന്റെ. നമ്മൾ റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കാണാം 25.
ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പാരാന്തസിസ് വെച്ച് ഇതിന്റെ ഓപ്പറേഷൻ, അതായത് പ്രസിഡൻസ് മാറ്റാം. അപ്പൊ ഞാൻ ഇവിടെ ഓപ്പൺ പാരാന്തസിസും ക്ലോസ്ഡ് പാരാന്തസിസും ഇട്ടു. അപ്പൊ ഇവിടെ ആദ്യം പെർഫോം ചെയ്യണ ഇതായിരിക്കുമല്ലോ. അപ്പോൾ b + or = 5 എത്രയായിരിക്കും? 15 വരും. എന്നിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ 15 × 3 45 അതായിരിക്കും എയിലേക്ക് അസൈൻ ചെയ്യണത്. അപ്പോൾ നമ്മളിത് റൺ ചെയ്താൽ കൂടെ കാണാം 45 ആണ് ഔട്ട്പുട്ട് വന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് a = b ടെർണറി ഓപ്പറേറ്റർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക്. എന്നിട്ട് ട്രൂ ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് കോളന്റെ ലെഫ്റ്റ് സൈഡുള്ള ഓപ്പറേഷൻ, ഫോൾസ് ആണെങ്കിൽ ഈ പ്രീ ഡിക്രിമെന്റ് ഓപ്പറേറ്ററും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് b എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. അത് ട്രൂ ആയതുകൊണ്ട് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പൊ ഇതിൽ നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് കാണാം. ആദ്യം ഇവിടെ പ്രീ ഇൻക്രിമെന്റും ഉണ്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. പ്രീ ഇൻക്രിമെന്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ആയതുകൊണ്ട് അത് ആദ്യം ചെയ്യും. അപ്പോൾ ഇവിടെ 5 മാറി 6 ആവും. പിന്നെ 6 × 5 30 ഇവിടെ എയിലേക്ക് അസൈൻ ആവും ലാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് 30 ആയിരിക്കും വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ബേസിക് ഓപ്പറേറ്റേഴ്സ് വെച്ച് നമ്മൾ ഓപ്പറേഷൻ കണ്ടു. ഇനി നമുക്ക് ഇവിടെ അറേസ് വെച്ച് നമുക്ക് എങ്ങനെ വരും നോക്കാം. അപ്പൊ അറേയിൽ നമ്മൾ പഠിച്ചു, നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ ഞാനിവിടെ ഇനിഷ്യലൈസർ ലിസ്റ്റ് വെച്ചാണ് അറേ ഡിക്ലെയർ ചെയ്ത് ഒരു 5 എലമെന്റ്സ് ഉള്ള ഒരു ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഞാൻ ഇതിനു വേണ്ടി ഒരു പോയിന്ററും ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നമ്മൾ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ് പഠിച്ചു. നമുക്കിനി പോയിന്ററിന്റെ പ്രസിഡൻസും അറിയണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റർ അറേന്റെ ഫസ്റ്റ് അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന രണ്ട് ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്യണേ. അതായത് നമ്മൾ ഇവിടെ ഡീറഫറൻസ് ആദ്യം ചെയ്യും, എന്നിട്ട് +1 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ഡീറഫറൻസിങ് ഓപ്പറേറ്ററും പിന്നെ അഡീഷണൽ ഓപ്പറേറ്ററും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം p+1 ചെയ്തതിന് ശേഷം ഡീറഫറൻസ് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും തന്നെ? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. ഇവിടെ നമുക്കറിയാം p പോയിന്റ് ചെയ്യുന്നത് എന്റെ ഫസ്റ്റ് അഡ്രസ്സിലേക്കായിരിക്കും. അപ്പൊ ഇവിടെ ആദ്യം ഡീറഫറൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ആ അഡ്രസ്സിലെ വാല്യൂ കിട്ടും. അപ്പോൾ ഫസ്റ്റ് അഡ്രസ്സിലെ വാല്യൂ 10 ആണ്. അപ്പോൾ 10 കിട്ടിക്കഴിഞ്ഞ് +1 ചെയ്യും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 11. ഇവിടെ ഔട്ട്പുട്ട് 11 വരും. ഇവിടെ നമ്മൾ പക്ഷെ ചെയ്യുന്നത് p+1. അപ്പോൾ p പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് അഡ്രസ്സിലേക്കായിരിക്കുമല്ലോ. അപ്പോൾ +1 ചെയ്യുമ്പോൾ എന്തായിരിക്കും? p+1 എന്ന് പറയുമ്പോൾ അഡ്രസ് +1 ആണ് ഇങ്ങനെ. ഇവിടെ നമുക്കറിയാം ഇന്റിജർ പോയിന്റർ ആയതുകൊണ്ട് ഒരു ഇന്റിജർ ലൊക്കേഷൻ ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ, അതായത് 20യുടെ അഡ്രസ്സിലേക്ക് എത്തും. എന്നിട്ടാണ് നമ്മൾ ഡീറഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 20 ആയിരിക്കും ഔട്ട്പുട്ട് തന്നെ. അപ്പോൾ 1120 എന്ന ഔട്ട്പുട്ട് തന്നെ. നമ്മൾ ഇത് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാം 1120 എന്ന ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അറേ പോയിന്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളിവിടെ ഡീറഫറൻസിങ് ഓപ്പറേറ്ററിന് ഒരു ഹയസ്റ്റ് പ്രസിഡൻസ് ഉണ്ട് കമ്പയർഡ് ടു അതർ ഓപ്പറേറ്റർ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസിനെ കുറിച്ചൊക്കെ പഠിച്ചു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഹെഡർ ഫയൽസിനെ പറ്റിയൊക്കെ പഠിക്കാം.